സക്സസ് ഫൈലിലേക്ക് സ്വാഗതം. അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ എന്ന തസ്തികയിലേക്കായിട്ട് കേരള PSC 2024 നടത്തിയ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ നോക്കാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 22/24 ആണ്. അപ്പോൾ PSCയുടെ ഫൈനൽ ആൻസർക്ക് അനുസരിച്ചിട്ടുള്ള ഉത്തരങ്ങളാണ് പറയുന്നത്. അടുത്ത ശനിയാഴ്ച പരീക്ഷയുള്ളവർ തീർച്ചയായിട്ടും ഈ ഒരു ചോദ്യ പേപ്പർ നോക്കിയിരിക്കാം. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, ചുവടെ സൂചിപ്പിക്കുന്ന വ്യക്തിയെ തിരിച്ചറിയുക. 1898 കൊടുങ്ങല്ലൂരിൽ ജനനം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ സജീവ പങ്കാളിത്തം. പിൻകാലത്ത് സുഭാഷ് ചന്ദ്രബോസിന്റെ ഫോർവേഡ് ബ്ലോക്കിൽ ആകൃഷ്ടനായി. അൽ അമീൻ ദിനപത്രത്തിന്റെ സ്ഥാപകനും എഡിറ്ററും. വ്യക്തിയെ തിരിച്ചറിയുവാനാണ് പറഞ്ഞിരിക്കുന്നത്. ആരാണ്? മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബാണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്. ഈ പോയിന്റ്സ് പ്രത്യേകം നോട്ട് ചെയ്യുക. 1898 കൊടുങ്ങല്ലൂരിൽ ജനനം. ഇന്റർനാഷണൽ കോൺഗ്രസിൽ സജീവ പങ്കാളിത്തം. പിൻകാലത്ത് സുഭാഷ് ചന്ദ്രബോസിന്റെ ഫോർവേഡ് ബ്ലോക്കിൽ ആകൃഷ്ടനായി. അൽ അമീൻ ദിനപത്രത്തിന്റെ സ്ഥാപകനും എഡിറ്ററും. മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്. ഒരു നാൾ നമ്മുടെ വായിൽ പതിക്കാൻ പോകുന്ന ഒരു ചെറിപ്പഴമെന്ന് ഡൽഹൌസി വിശേഷിപ്പിച്ചത് ഏത് പ്രദേശത്തെയാണ്? ഒരു നാൾ നമ്മുടെ വായിൽ പതിക്കാൻ പോകുന്ന ചെറിപ്പഴം എന്ന് ഡൽഹൌസി വിശേഷിപ്പിച്ചത് ഏത് പ്രദേശത്തെയാണ്? അവധിനെയാണ്. അവധ്. അപ്പോൾ ഒരു നാൾ നമ്മുടെ വായിൽ പതിക്കാൻ പോകുന്ന ചെറിപ്പഴം എന്ന് അവധിനെ വിശേഷിപ്പിച്ചത് ആരെയെന്ന് ചോദിച്ചാൽ ആരാണ്? ഡൽഹൌസി പ്രഭുവാണ് അവധിനെ അപ്രകാരം വിശേഷിപ്പിച്ചത്. അടുത്ത ചോദ്യം, ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ 1929 ലാഹോർ സമ്മേളനവുമായി ബന്ധപ്പെടാത്ത തീരുമാനങ്ങൾ കണ്ടെത്തുക. ബന്ധപ്പെടാത്ത തീരുമാനം. ലാഹോർ സമ്മേളനം നടന്ന വർഷം 1929. ഇവിടെ തന്നിരിക്കുന്നു, ജവഹർലാൽ നെഹ്റു കോൺഗ്രസിന്റെ പ്രസിഡന്റായി. പൂർണ്ണ സ്വരാജ് കോൺഗ്രസിന്റെ ലക്ഷ്യം നിസ്സഹരണ സമരം ആരംഭിക്കുക. 1930 ജനുവരി 26 സ്വാതന്ത്ര്യ ദിനമായിട്ട് ആഘോഷിക്കണം. ഓപ്ഷൻ എ ആണ് ഉത്തരം. 3 മാത്രമാണ് ലാഹോർ സമ്മേളനവുമായിട്ട് ബന്ധപ്പെടാത്തത്. അപ്പം ജവഹർലാൽ നെഹ്റു കോൺഗ്രസിന്റെ പ്രസിഡന്റായി. ശരിയാണ്. പൂർണ്ണ സ്വരാജ് ആണ് കോൺഗ്രസിന്റെ ലക്ഷ്യം എന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം ഏത് എന്ന് എപ്പോഴും ചോദിക്കാറുണ്ട്. ഏതാണ്? 1929 ലാഹോർ സമ്മേളനത്തിലാണ് പൂർണ്ണ സ്വരാജ് ആണ് കോൺഗ്രസിന്റെ ലക്ഷ്യം എന്ന് പ്രഖ്യാപിച്ചത്. 1930 ജനുവരി 26 സ്വാതന്ത്ര്യ ദിനമായിട്ട് ആഘോഷിക്കണമെന്ന് തീരുമാനിച്ചതും ലാഹോർ സമ്മേളനത്തിലാണ്. ഏത് ദിവസമാണ്? ജനുവരി 26. 1930 ജനുവരി 26 സ്വാതന്ത്ര്യ ദിനമായിട്ട് ആഘോഷിക്കണമെന്ന് തീരുമാനിച്ചതും കോൺഗ്രസിന്റെ ലാഹോർ സമ്മേളനത്തിലാണ്. 1921 താഴെ പറയുന്നവയിൽ ഏത് സംഭവത്തിന്റെ ശതാബ്ദി വർഷമാണ്? 1921 താഴെ പറയുന്നവയിൽ ഏത് സംഭവത്തിന്റെ ശതാബ്ദി വർഷമാണ്? വാഗൺ ട്രാജഡിയാണ്. വാഗൺ ട്രാജഡി. താഴെ പറയുന്ന ജോഡികൾ പരിഗണിക്കുക. കൊടിയരശ് EV രാമസ്വാമി നായ്ക്കർ, വിവേകവർദ്ധിനി വീരേശലിംഗം, ഗുലാംഗിരി ജ്യോതിറാവു ഫുലെ, സമ്പത്ത് കൗമുദി ശ്രീനാരായണ ഗുരു. ഇവയിൽ ശരിയായ ജോഡികൾ കണ്ടെത്തുവാനാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ ബി ആണ്. 1, 2, 3 എന്നിവ ശരിയാണ്. 1, 2, 3. കൊടിയരശ് EV രാമസ്വാമി നായ്ക്കർ ശരിയാണ്. വിവേകവർദ്ധിനി വീരേശലിംഗം ശരിയാണ്. ഗുലാംഗിരി ജ്യോതിറാവു ഫുലെ ശരിയാണ്. സമ്പത്ത് കൗമുദി ആരുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? സമ്പത്ത് കൗമുദി രാജാറാം മോഹൻ റോയ് ആണ്. രാജാറാം മോഹൻ റോയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. GPS ഉപയോഗിച്ച് ഒരു സ്ഥലത്തിന്റെ സ്ഥാനം കൃത്യമായി നിർണ്ണയിക്കുന്നതിന് ഏറ്റവും കുറഞ്ഞത് എത്ര ഉപഗ്രഹങ്ങളുടെ സിഗ്നൽ ആവശ്യമാണ്? ഇപ്പൊ GPS ഉപയോഗിച്ച് ഒരു സ്ഥലത്തിന്റെ സ്ഥാനം കൃത്യമായിട്ട് നിർണ്ണയിക്കുന്നതിന് ഏറ്റവും കുറഞ്ഞത് എത്ര ഉപഗ്രഹങ്ങളുടെ സിഗ്നൽ ആവശ്യമാണ്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 4 ഉപഗ്രഹങ്ങൾ. ഓപ്ഷൻ ഡി 4 ഉപഗ്രഹങ്ങൾ. ഒഡീഷയിലെ കോരാപുട്ട് ജില്ലയിൽ നിന്നുത്ഭവിക്കുന്ന ടെൽ നദി ഏത് നദിയുടെ പോഷക നദിയാണ്? ടെൽ നദി ഉത്ഭവിക്കുന്നത് എവിടെ നിന്നുമാണ്? ഒഡീഷയിലാണ്. ഒഡീഷയിലെ കോരാപുട്ട് ജില്ലയിൽ നിന്നുമാണ് ടെൽ നദി ഉത്ഭവിക്കുന്നത്.
ടെൽ നദി ഏത് നദിയുടെ പോഷക നദിയാണ് എന്നതാണ് ഇവിടുത്തെ ചോദ്യം. ടെൽ നദി മഹാനദിയുടെ പോഷക നദിയാണ്. ടെൽ നദി മഹാനദിയുടെ പോഷക നദിയാണ്. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ റാബി വിളയായി മാത്രം കൃഷി ചെയ്യുന്നത്. റാബി വിള ചുവടെ കൊടുത്തിരിക്കുന്നതിൽ റാബി വിളയാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ബാർലി പയറുവർഗം. റാബി വിള ബാർലി പയറുവർഗം. ഇന്ത്യയിൽ മൺസൂൺ മഴ ആദ്യം ലഭിക്കുന്ന പ്രദേശം ഏത്? മൺസൂൺ മഴ ആദ്യം ലഭിക്കുന്ന പ്രദേശം, ഇന്ത്യയിൽ മൺസൂൺ മഴ ആദ്യം ലഭിക്കുന്ന പ്രദേശം ഏതാണ്? പശ്ചിമഘട്ടമാണ്. പശ്ചിമഘട്ടം. ഇന്ത്യയിൽ മൺസൂൺ മഴ ആദ്യം ലഭിക്കുന്ന പ്രദേശം ഏതാണ്? പശ്ചിമഘട്ടം. തിപ്പായ് മുഖ് ഡാം ഏത് രാജ്യങ്ങൾ തമ്മിലുള്ള തർക്കത്തിന് കാരണമായത്? തിപ്പായ് മുഖ് ഡാം ഏത് രാജ്യങ്ങൾ തമ്മിലുള്ള തർക്കത്തിനാണ് കാരണം? തിപ്പായ്. ഇന്ത്യ ബംഗ്ലാദേശ് ആണ്. ഇന്ത്യ ബംഗ്ലാദേശ്. ഏത് ഡാമാണ്? തിപ്പായ് മുഖ്. ഇന്ത്യ ബംഗ്ലാദേശ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഗവർണർ ആരാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഗവർണർ, നിലവിൽ റിസർവ് ബാങ്ക് ഗവർണർ ആരാണ്? സഞ്ജയ് മൽഹോത്രയാണ്. സഞ്ജയ് മൽഹോത്രയാണ് നിലവില് റിസർവ് ബാങ്ക് ഗവർണർ. സഞ്ജയ് മൽഹോത്ര. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ നബാർഡുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? നബാർഡുമായിട്ട് ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് എന്നതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ബി ശിവരാമൻ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് നബാർഡ് രൂപീകരിക്കപ്പെട്ടത്. കൃഷിക്കും ഗ്രാമവികസനത്തിനുമായുള്ള ഭാരതത്തിലെ ദേശീയ ബാങ്കാണ് നബാർഡ്. നബാർഡിന്റെ ആസ്ഥാനം മുംബൈ ആണ്. ശരിയായ പ്രസ്താവനയാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ശരിയായ പ്രസ്താവന. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി. 1, 2, 3 മൂന്ന് പ്രസ്താവനകളും ശരിയാണ്. ബി ശിവരാമൻ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് നബാർഡ് രൂപീകരിക്കപ്പെട്ടത്. ശരിയാണ്. നബാർഡ് രൂപീകരിക്കപ്പെട്ടത് ഏത് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ്? ബി ശിവരാമൻ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് നബാർഡ് രൂപീകരിക്കപ്പെട്ടത്. കൃഷിക്കും വികസനത്തിനുമായുള്ള ഭാരതത്തിലെ ദേശീയ ബാങ്കാണ് നബാർഡ്. ഇപ്പൊ കൃഷിക്കും ഗ്രാമവികസനത്തിനുമായുള്ള ഭാരതത്തിലെ ദേശീയ ബാങ്ക് ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? നബാർഡാണ്. നബാർഡിന്റെ ആസ്ഥാനം എവിടെയാണ്? മുംബൈ ആണ്. നബാർഡിന്റെ ആസ്ഥാനം മുംബൈ. 3 പോയിന്റ്സും നോട്ട് ചെയ്യുക. അടുത്തത്, വരുമാനവും തൊഴിലും ഉറപ്പാക്കി 6429 കുടുംബങ്ങളെ 100 ദിവസത്തിനുള്ളിൽ അതിദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിക്കാൻ കേരള സംസ്ഥാനത്ത് കുടുംബശ്രീ നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഉജ്ജീവനം പദ്ധതി നടപ്പാക്കുന്നത് കുടുംബശ്രീ. വരുമാനവും തൊഴിലും ഉറപ്പാക്കി 6429 കുടുംബങ്ങളെ 100 ദിവസത്തിനുള്ളിൽ അതിദാരിദ്ര്യത്തിൽ നിന്നും മോചിപ്പിക്കാൻ കേരള സംസ്ഥാനത്ത് കുടുംബശ്രീ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഉജ്ജീവനം പദ്ധതി. ഗോൾഡൻ റവല്യൂഷൻ, സുവർണ വിപ്ലവം ഏതുമായി ബന്ധപ്പെട്ടതാണ്? ഗോൾഡൻ റവല്യൂഷൻ എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ഹോർട്ടിക്കൾച്ചറാണ്. ഗോൾഡൻ റവല്യൂഷൻ, സുവർണ വിപ്ലവം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഹോർട്ടിക്കൾച്ചർ. ലോകത്തിൽ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏതാണ്? ലോകത്തിലെ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഇന്ത്യ. ഇന്ത്യൻ പ്ലാനിങ്ങിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് PC മഹാലനോബിസ് ആണ്. ഇന്ത്യൻ പ്ലാനിങ്ങിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്? PC മഹാലനോബിസ്. ധനബില്ലിനെ സംബന്ധിച്ചിട്ടുള്ള ഇന്ത്യൻ ഭരണഘടനാ അനുച്ഛേദം. ധനബില്ലിനെ സംബന്ധിച്ചിട്ടുള്ള ഇന്ത്യൻ ഭരണഘടനാ അനുച്ഛേദം 109 ആണ്. ധനബില്ലിനെ സംബന്ധിച്ചിട്ടുള്ള ഇന്ത്യൻ ഭരണഘടനാ അനുച്ഛേദം ഏതാണ്? 109. താഴെ കൊടുത്തതിൽ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്നത് ഏത്? ഇവിടെ തന്നിരിക്കുന്നു പൊതുജനാരോഗ്യം, മായം ചേർക്കൽ, തൊഴിൽ, വ്യാപാരവും വാണിജ്യവും. കൺകറന്റ് ലിസ്റ്റിൽ പെടുന്നത് ഏത് എന്നാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ ബി ആണ്. 2, 3 2, 3 കൺകറന്റ് ലിസ്റ്റിൽ പെടുന്നു. താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതല: സംവരണ മണ്ഡലങ്ങൾ നിശ്ചയിക്കുക, വോട്ടർ പട്ടിക തയ്യാറാക്കുക, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മേൽനോട്ടം വഹിക്കുക. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതല വരുന്നത് ഓപ്ഷൻ ബി ആണ്. രണ്ടാമത്തെ പ്രസ്താവന.
വോട്ടർ പട്ടിക തയ്യാറാക്കുക എന്നതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതല. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാപരമായി അംഗീകാരം നൽകണമെന്ന് 1989 ശുപാർശ ചെയ്തത് ഓപ്ഷൻ സി ആണ്. PK തുങ്കൻ കമ്മിറ്റിയാണ്. PK തുങ്കൻ കമ്മിറ്റി. താഴെ കൊടുത്തിരിക്കുന്നതിൽ ഹൈക്കോടതിക്ക് നൽകാൻ കഴിയുന്ന ഉത്തരവ്, ഹൈക്കോടതിക്ക് നൽകുവാൻ കഴിയുന്ന ഉത്തരവ് ഏത്? ഓപ്ഷൻ സി 1, 2, 3. ഹേബിയസ് കോർപ്പസ്, കോവറാൻഡോ, സെർഷ്യോററി എന്നിവ ഹൈക്കോടതിക്ക് നൽകുവാൻ കഴിയുന്ന ഉത്തരവിൽ പെടുന്നതാണ്. ഹേബിയസ് കോർപ്പസ്, കോവറാൻഡോ, സെർഷ്യോററി. താഴെ കൊടുത്തതിൽ നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുന്നത് ഓപ്ഷൻ ഡി ആണ്. 2ഉം 4ഉമാണ്. 2ഉം 4ഉം. അന്തർദേശീയ സമാധാനവും സുരക്ഷിതത്വവും പരിസ്ഥിതി സംരക്ഷണം എന്നിവ നിർദ്ദേശക തത്വങ്ങളിൽ പെടുന്നവയാണ്. സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും ഒഴിവാക്കിയ ഭരണഘടനാ ഭേദഗതി ഏത്? സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും ഒഴിവാക്കിയ ഭരണഘടനാ ഭേദഗതി 44 ആണ്. 44ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും ഒഴിവാക്കിയത്. സ്വത്തവകാശം നിലവിൽ ഏത് തരം അവകാശമാണ് എന്ന് ചോദിച്ചാൽ നിയമാവകാശമാണ്. നിയമാവകാശം. ഇന്ത്യൻ പാർലമെന്റ് ജമ്മു കാശ്മീർ പുനഃസംഘടനാ നിയമം അംഗീകരിച്ചത്. ഇന്ത്യൻ പാർലമെന്റ് ജമ്മു കാശ്മീർ പുനഃസംഘടനാ നിയമം അംഗീകരിച്ചത് 2019 ഓഗസ്റ്റ് 5-നാണ്. 2019 ഓഗസ്റ്റ് 5-നാണ് ഇന്ത്യൻ പാർലമെന്റ് ജമ്മു കാശ്മീർ പുനഃസംഘടനാ നിയമം അംഗീകരിച്ചത്. 2019 ഓഗസ്റ്റ് 5. കേരളത്തിൽ 14ാം പഞ്ചവത്സര പദ്ധതിക്കാലം. 14ാം പഞ്ചവത്സര പദ്ധതിക്കാലം ഓപ്ഷൻ ബി. താഴെ കൊടുത്തിരിക്കുന്നതിൽ കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ പദ്ധതി അല്ലാത്തത് ഏത്? കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ പദ്ധതി അല്ലാത്തത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ തന്നിരിക്കുന്നു താലോലം, സ്നേഹപൂർവം, ശ്രുതി തരംഗം, കുടുംബശ്രീ. ഓപ്ഷൻ ഡി ആണ്. കുടുംബശ്രീയാണ്. കേരള സംസ്ഥാന സാമ്പത്തിക മിഷൻ രൂപം കൊണ്ട ഭരണഘടനാ അനുച്ഛേദം. കേരള സംസ്ഥാന സാമ്പത്തിക കമ്മീഷൻ രൂപം കൊണ്ട ഭരണഘടനാ അനുച്ഛേദം. ഓപ്ഷൻ എ ആണ്. 241 I-യും 243 Y-യുമാണ്. 243 I-യും 243 Y. 2023 ഏപ്രിൽ 1 മുതൽ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ കേരളത്തിലെ തൊഴിലാളികൾക്ക് ഒരു ദിവസത്തെ കൂലിയിൽ ഉണ്ടായ വർധനവ് എത്രയാണ്? 22 രൂപയാണ്. പട്ടിക 1 ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ തന്നിരിക്കുന്നു. പട്ടിക 2 അവയുടെ ഗുണഭോക്താക്കൾ തന്നിരിക്കുന്നു. ഇവയുമായിട്ട് ബന്ധപ്പെടുന്ന ശരിയായ ഉത്തരം താഴെ തന്നിരിക്കുന്ന കോഡുകളിൽ നിന്നും തിരഞ്ഞെടുക്കുവാനാണ് പറഞ്ഞിരിക്കുന്നത്. പട്ടികയും ഉപഭോക്താക്കളും. ഓപ്ഷൻ എ ആണ് ഉത്തരം. 4513 മന്ദഹാസം പദ്ധതി. BPL വിഭാഗത്തിലെ മുതിർന്ന പൗരന്മാർ. സമന്വയ പദ്ധതി. ട്രാൻസ്ജെൻഡേഴ്സ്. അഭയകിരണം പദ്ധതി. നിരാലംബരായ വിധവകൾ. നിരാമയ ആരോഗ്യ ഇൻഷുറൻസ് സ്കീം. ഭിന്നശേഷിയുള്ളവർ. മന്ദഹാസം BPL വിഭാഗത്തിലെ മുതിർന്ന പൗരന്മാരാണ് ഗുണഭോക്താക്കൾ. സമന്വയ പദ്ധതി ട്രാൻസ്ജെൻഡേഴ്സ്. അഭയകിരണം നിരാലംബരായ വിധവകൾ. നിരാമയ ആരോഗ്യ ഇൻഷുറൻസ് സ്കീം ഭിന്നശേഷിയുള്ളവർ. അടുത്തിടെ ലോകാരോഗ്യ സംഘടന R21 മെട്രിക്സ് എം വാക്സിൻ ഏത് രോഗത്തെ പ്രതിരോധിക്കാനാണ് മുൻകൂർ യോഗ്യതയോടുകൂടെ അംഗീകരിച്ചത്? മലേറിയയാണ്. മലേറിയ. അടുത്തിടെ ലോകാരോഗ്യ സംഘടന R21 മെട്രിക്സ് എം വാക്സിൻ ഏത് രോഗത്തെ പ്രതിരോധിക്കാനാണ് മുൻകൂർ യോഗ്യതയോടുകൂടി അംഗീകരിച്ചത്? മലേറിയനെ പ്രതിരോധിക്കാനാണ്. താഴെ നൽകിയിരിക്കുന്ന അവകാശവാദവും കാരണവും ശ്രദ്ധാപൂർവം വായിച്ച് ശരിയായ ഓപ്ഷൻ കണ്ടെത്തുക. അവകാശവാദം.
ഹൃദയമിടിപ്പ് നിലയ്ക്കുമ്പോൾ അത് ഹൃദയസ്തംഭനം എന്നറിയപ്പെടുന്നു. കാരണം ഹൃദയസ്തംഭനം മൂലം ഹൃദയാഘാതം സംഭവിക്കുന്നു. ഓപ്ഷൻ സി, വാദം ശരിയാണ്, കാരണം തെറ്റാണ്. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ബെറിബെറിയെ സംബന്ധിച്ച് ശരിയായ ഓപ്ഷൻ ഏതെന്ന് കണ്ടെത്തുക. ബെറിബെറിയെ സംബന്ധിച്ച് ശരിയായിട്ടുള്ള ഓപ്ഷൻ ഇവിടെ തന്നിരിക്കുന്നു. B2 വിറ്റാമിൻ്റെ അഭാവം മൂലമുണ്ടാകുന്ന രോഗം, തയാമിൻ്റെ അഭാവം മൂലമുണ്ടാകുന്ന രോഗം, ശിശുക്കളിലും ചെറിയ കുട്ടികളിലുമുള്ള പോഷകാഹാര വൈകല്യം. ഈ രോഗം കൂടുതലുള്ള രാജ്യങ്ങളിൽ പ്രധാന ഭക്ഷണമായി മിനുക്കിയ അരി ഉൾപ്പെടുത്തുന്നതായി കണ്ടുവരുന്നു. ന്യൂറൈറ്റിസ്, പക്ഷാഘാതം, പേശിവേദന, മാനസിക തകർച്ച, ഹൃദയ സ്തംഭനം എന്നിവയാണ് ലക്ഷണങ്ങൾ. ഓപ്ഷൻ എ ആണ് ഉത്തരം. 2, 4, 5. 2, 4, 5 ബെറിബെറിയെ സംബന്ധിച്ച് ശരിയായിട്ടുള്ളത്. അപ്പം തയാമിൻ്റെ അഭാവം മൂലമുണ്ടാകുന്ന രോഗം, ഈ രോഗം കൂടുതലുള്ള രാജ്യങ്ങളിൽ പ്രധാന ഭക്ഷണമായിട്ട് മിനുക്കിയ അരി ഉൾപ്പെടുത്തുന്നതായി കണ്ടുവരുന്നു. ന്യൂറൈറ്റിസ്, പക്ഷാഘാതം, പേശിവേദന, മാനസിക തകർച്ച, ഹൃദയസ്തംഭനം എന്നിവയാണ് ലക്ഷണങ്ങൾ. 2023 ഐക്യരാഷ്ട്രസഭയുടെ കാലാവസ്ഥാ വ്യതിയാന സമ്മേളനം COP28 നടന്നത് എവിടെ വെച്ചാണ്? UAEയിലാണ്. 2025 നടന്നത് എവിടെയാണ്? 2025 COP30 നടന്നത് ബ്രസീലിലെ ബെലേമിലാണ്. T ലിംഫോസൈറ്റിന്റെ വേർതിരിക്കലിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഗ്രന്ഥി ഏത്? T ലിംഫോസൈറ്റിന്റെ വേർതിരിക്കലിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് തൈമസ് ഗ്രന്ഥിയാണ്. T ലിംഫോസൈറ്റിന്റെ വേർതിരിക്കലിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് തൈമസ് ഗ്രന്ഥി. ഏത് താപനിലയിലാണ് സെന്റിഗ്രേഡ് സ്കെയിലും ഫാരൻഹീറ്റ് സ്കെയിലും തുല്യമായിരിക്കും? ഏത് താപനിലയിലാണ് സെന്റിഗ്രേഡ് സ്കെയിലും ഫാരൻഹീറ്റ് സ്കെയിലും തുല്യമായിരിക്കുന്നത്? -40 ആണ്. -40. ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റിൽ സെക്കൻഡിൽ പുറന്തള്ളപ്പെടുന്ന ഫോട്ടോ ഇലക്ട്രോണുകളുടെ എണ്ണം എത്ര? ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിൽ സെക്കൻഡിൽ പുറന്തള്ളപ്പെടുന്ന ഫോട്ടോ ഇലക്ട്രോണുകളുടെ എണ്ണം പ്രകാശത്തിൻ്റെ തീവ്രതയ്ക്ക് അനുപാതികമാണ്. ഒരു വൈദ്യുത കാന്തിക തരംഗം വായുവിൽ നിന്ന് ഗ്ലാസ് സ്ലാബിലേക്ക് പ്രവേശിക്കുമ്പോൾ താഴെ പറയുന്നവയിൽ ഏതിനാണ് മാറ്റം ഇല്ലാത്തത്? ഒരു വൈദ്യുത കാന്തിക തരംഗം വായുവിൽ നിന്ന് ഗ്ലാസ് സ്ലാബിലേക്ക് പ്രവേശിക്കുമ്പോൾ താഴെ പറയുന്നവയിൽ ഏതിനാണ് മാറ്റം ഇല്ലാത്തത്? ആവൃത്തിക്കാണ് മാറ്റമില്ലാത്തത്. ചന്ദ്രയാൻ 3 റോവർ താഴെ പറയുന്നവയിൽ ഏതിൻ്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞു? ചന്ദ്രയാൻ 3 റോവർ. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. എയും സിയും. ഏതിൻ്റെയൊക്കെയാണ്? ഓക്സിജന്റെയും സൾഫറിൻ്റെയും സാന്നിധ്യമാണ് ചന്ദ്രയാൻ 3 റോവർ തിരിച്ചറിഞ്ഞത്. ഓക്സിജൻ, സൾഫർ. അക്വാറീജിയ ഏതിൻ്റെ ഒരു മിശ്രിതമാണ്? അക്വാറീജിയ. ഓപ്ഷൻ സി, HCl, HNO3. HCl, വാഷിംഗ് സോഡയുടെ രാസസൂത്രവാക്യം. Na2CO3 10H2O. Na2CO3 10H2O. സാന്ദ്രത കുറവായതിനാൽ വിമാന ബോഡി നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹം. വിമാനത്തിൻ്റെ ബോഡി നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹം അലൂമിനിയമാണ്. ദ്രവ്യത്തിൻ്റെ ആറ്റോമിക സിദ്ധാന്തം ആദ്യമായിട്ട് അവതരിപ്പിച്ചത് ആര്? ജോൺ ഡാൾട്ടൺ ആണ്. സമാധാനത്തിനുള്ള നോബൽ സമ്മാനം നേടിയ ആദ്യത്തെ ആഫ്രിക്കൻ വനിത വാങ്കേരി മാതായി.
ദി സിറ്റാഡൽ എന്ന നോവലിൻ്റെ രചയിതാവ് ഒരു ഡോക്ടറാണ്. ആരാണ് ഈ നോവലിൻ്റെ രചയിതാവ്? ദി സിറ്റാഡൽ എന്ന നോവലിൻ്റെ രചയിതാവ് A.J. ക്രോണിനാണ്. A.J. ക്രോണിൻ. ദി സിറ്റാഡൽ എന്ന നോവലിൻ്റെ രചയിതാവ് A.J. ക്രോണിൻ. കേരളത്തിലെ ഏത് ജില്ലയിൽ കണ്ടുവരുന്ന നാടോടി കലാരൂപമാണ് അലാമിക്കളി? അലാമിക്കളി കാസർഗോഡാണ്. കാസർഗോഡ്. അലാമിക്കളി കാസർഗോഡ്. സൂക്ഷിച്ചു നോക്കൂ, കവിതയല്ലാതെന്തുണ്ട് ഭൂമിയിൽ, എല്ലാറ്റിനും കവിത ദർശിച്ച ഈ മഹാകവി ആരാണ്? പി കുഞ്ഞിരാമൻ നായരാണ്. പി കുഞ്ഞിരാമൻ നായർ. 2023 പുറത്തിറങ്ങിയ ദ കവനന്റ് ഓഫ് വാട്ടർ എന്ന നോവൽ എഴുതിയത് ആരാണ്? ദി കവനന്റ് ഓഫ് വാട്ടർ എന്ന നോവൽ എഴുതിയത് എബ്രഹാം വർഗീസ് ആണ്. ദി കവനന്റ് ഓഫ് വാട്ടർ എന്ന നോവൽ എഴുതിയത് എബ്രഹാം വർഗീസ്. ഇനി വരുന്ന 10 മാത്സ് ക്വസ്റ്റ്യൻസ് ആണ്. ഉത്തരങ്ങൾ പറയുന്നു. ആൻസേഴ്സ് ചെയ്ത് നോക്കിയിട്ട് കിട്ടുന്നുണ്ടോ എന്ന് സ്വയം ചെക്ക് ചെയ്ത് നോക്കുക. 51ാമത്തെ ചോദ്യം. ഓപ്ഷൻ ബി 10. 52 ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ. 53ാമത്തെ ചോദ്യം. ഉത്തരം ഓപ്ഷൻ എ. 54ാമത്തെ ചോദ്യം. ഓപ്ഷൻ ഡി. 55 ഓപ്ഷൻ സി. 56ാമത്തെ ചോദ്യം. 56 ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. 57ാമത്തെ ചോദ്യം ഓപ്ഷൻ എ ആണ്. 58ാമത്തെ ചോദ്യം ഓപ്ഷൻ ഡി ആണ്. 59ാമത്തെ ചോദ്യം ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 60ാമത്തെ ചോദ്യം ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. അടുത്ത ചോദ്യം. ലെറ്റ്സ് ഗോ ഫോർ എ മൂവി ഡാഷ് ക്വസ്റ്റ്യൻ ടാഗ് ആണ്. ഉത്തരം വരുന്നത് ഷാൽ വി. I went to dash national park yesterday. The. Choose the correct idiom for the word underlined. Siddharth is a straight arrow. A straight arrow എന്നതാണ് അണ്ടർലൈൻ ചെയ്തിരിക്കുന്നത്. An honest and trustworthy person. An honest and trustworthy person. If you work hard dash. If you work hard you will succeed. Fox pass means. An embarrassing or tactless act or remark in a social situation. Choose the correct spelling. Option B. BOURGEOIS. You dash obey the rules and regulations. You must. Neither Sam nor Ram dash present. He is present. Rahul said, I live in Chennai. Change into indirect speech. Rahul said that he lived in Chennai. Synonym of the word preposterous. Option A ആണ് ഉത്തരം. Contrary to reason or common sense, utterly absurd. മലയാളം ചോദ്യങ്ങൾ. കുലം, കൂലം. ശരിയായ അർത്ഥജോഡി ഏത്? ഓപ്ഷൻ എ കുലം വംശം, കൂലം തീരം. ജാമാതാവ് എന്ന പദത്തിൻ്റെ അർത്ഥം മരുമകൻ. ശരിയായ വാക്യം ഏത്? ഞാൻ എത്ര താമസിച്ചു കിടന്നാലും കൃത്യമായി ഉണരും. NOC നോ ഒബ്ജെക്ഷൻ സർട്ടിഫിക്കറ്റ് ഇതിന് തുല്യമായി ഉപയോഗിക്കുന്ന പദം നിരാക്ഷേപ പത്രം. അലംഭാവം എന്ന പദത്തിൻ്റെ അർത്ഥം മതി എന്നുള്ള ഭാവം. ആർദ്രം എന്ന പദത്തിൻ്റെ അർത്ഥം എന്ത്? ആർദ്രം. ഓപ്ഷൻ സി നനവുള്ള. ചുവടെ ചേർത്തിരിക്കുന്നവയിൽ ആദേശസന്ധിക്ക് ഉദാഹരണമല്ലാത്തത് ഏത്? വിണ്ണാർ. കൃഷികളെ സംബന്ധിച്ച ഇതിൻ്റെ ഒറ്റപ്പദം
ആർഷ. സർക്കുലർ എന്ന പദത്തിനു പകരം ഉപയോഗിക്കാവുന്ന ഭാഷാപദമേത്? പരിപത്രം. വൃദ്ധി എന്ന പദത്തിന്റെ വിപരീത പദമേത്? ക്ഷയം. ജീവപര്യന്തം തടവുകാരെ പാർപ്പിക്കുന്ന ജയിൽ? സെൻട്രൽ ജയിൽ. കേരള സംസ്ഥാനം രൂപീകരിച്ചതിന് ശേഷം പണികഴിപ്പിച്ച ആദ്യത്തെ സെൻട്രൽ ജയിൽ ഏത്? തവനൂർ. സെൻട്രൽ ജയിൽ ജോയിന്റ് സൂപ്രണ്ടിന് സമാനമായ തസ്തിക? വനിതാ ജയിൽ സൂപ്രണ്ട്. നെട്ടുകാൽത്തേരി തുറന്ന ജയിൽ രൂപീകരിച്ച വർഷം? 1962. കേരള സംസ്ഥാനത്തെ ഏക വനിതാ തുറന്ന ജയിൽ സ്ഥിതി ചെയ്യുന്ന ജില്ല? തിരുവനന്തപുരം. കേരള ജയിൽ വകുപ്പിലെ സംസ്ഥാന പബ്ലിക് വിവരാവകാശ ഓഫീസറിന്റെ ചുമതല വഹിക്കുന്ന ഉദ്യോഗസ്ഥൻ? ഓപ്ഷൻ ബി PA to DGP. 2005 വിവരാവകാശ നിയമത്തിന്റെ 2ാം പട്ടികയിൽ ഉൾപ്പെടാത്തത് ഏത്? ഓപ്ഷൻ ഡി ആണ് വിജിലൻസ്. വിവരാവകാശ നിയമപ്രകാരം സാധാരണയായുള്ള വിവരാവകാശ അപേക്ഷയ്ക്ക് മേൽ മറുപടി നൽകുന്നതിനുള്ള പരമാവധി സമയം? 30 ദിവസം. വിവരാവകാശ നിയമപ്രകാരം വിവരം വെളിപ്പെടുത്തുന്നതിൽ നിന്നും ഒഴിവാക്കപ്പെട്ടത്? വിവരം പരസ്യപ്പെടുത്തേണ്ടെന്ന കോടതി വിധി ഉള്ളവ? മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും വിവരാവകാശ കമ്മീഷണർമാരെയും തെരഞ്ഞെടുക്കുന്നതിനുള്ള ശുപാർശകൾ തയ്യാറാക്കുന്ന കമ്മിറ്റിയിൽ ഉൾപ്പെടാത്തത് ആര്? വൈസ് പ്രസിഡന്റ് ആണ്. പ്രധാനമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന ക്യാബിനറ്റ് മന്ത്രി, ലോകസഭ പ്രതിപക്ഷ നേതാവ് എന്നിവരെല്ലാം ഉൾപ്പെടുന്നവരാണ്. 1993 ദേശീയ മനുഷ്യാവകാശ നിയമപ്രകാരം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷ പദവി വഹിക്കുന്നത് ആര്? സുപ്രീം കോടതി മുൻ ചീഫ് ജസ്റ്റിസ്. 1993 ദേശീയ മനുഷ്യാവകാശ നിയമത്തിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് ഏത്? വകുപ്പ് 2(1)(c). ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ വാർഷിക പ്രത്യേക റിപ്പോർട്ടുകൾ ആർക്കാണ് സമർപ്പിക്കുന്നത്? കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ. ലോകത്ത് ഏറ്റവും കൂടുതൽ ഭാഷകളിൽ വിവർത്തനം ചെയ്യപ്പെട്ട ഔദ്യോഗിക രേഖ ഏത്? അന്താരാഷ്ട്ര മനുഷ്യാവകാശ പത്രിക. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിൽ മെമ്പറായി നിയമിക്കപ്പെടുന്ന വ്യക്തിയുടെ അധികാര കാലയളവ്? 3 വർഷ കാലയളവ് പുനർനിയമന യോഗ്യതയുണ്ട്. മനോവിശ്ലേഷണ സിദ്ധാന്ത സ്ഥാപകൻ ആര്? ഓപ്ഷൻ ബി ആണ് സിഗ്മണ്ട് ഫ്രോയിഡ്. താഴെ പറയുന്നവയിൽ മാനസിക സമ്മർദ്ദത്തിന്റെ അന്തർമുഖമായ ലക്ഷണം ഏത്? ഓപ്ഷൻ ഡി ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനുള്ള ബുദ്ധിമുട്ട്. താഴെ പറയുന്നവയിൽ ഉത്കണ്ഠയുടെ ശാരീരികമായ ലക്ഷണം ഏത്? ഓപ്ഷൻ എ ആണ് 4 വർദ്ധിച്ച ഹൃദയമിടിപ്പ്. ബഹുമുഖ ബുദ്ധി സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആര്? ഓപ്ഷൻ സി 3 ഹോവാർഡ് ഗാർട്ട്നർ. അവസാനത്തെ ചോദ്യം, മാസ്ലോ ആവിഷ്കരിച്ച ആവശ്യങ്ങളെക്കുറിച്ചുള്ള ശ്രേണി സിദ്ധാന്ത പ്രകാരം ഏറ്റവും ഉയർന്ന തലത്തിലുള്ള ആവശ്യം ഏത്? ഓപ്ഷൻ ഡി ആണ് 3 ആത്മസാക്ഷാത്കാര ആവശ്യം. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.